ഇന്ന് സ്കൂളൊന്നുമില്ല കേട്ടോ, നല്ല മഴയാണുള്ളത്. മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയതാ. ഇന്നൊരു ലേശം നേരം ഒന്ന് നിന്നായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതന്നെയാണ് അവസ്ഥ. നല്ലൊരു കാലാവസ്ഥയാണ്, മടി പിടിച്ചിരിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. പക്ഷെ നമുക്ക് മടി പിടിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഷാജേട്ടൻ കുട്ടറെ കൊണ്ട് പോയി, കച്ചവടത്തിന് പോയി. രാവിലത്തെ എന്നും പറയുന്ന പോലെ കാര്യപരിപാടികളൊക്കെ ചായ കഴിച്ചു, കുട്ടറയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആള് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണൻകുട്ടി കോഴി പാട്സ് കൊണ്ടുണ്ട്, ചിക്കൻ പാട്സ് രാവിലെ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുക്ക് ചെയ്യണം. അപ്പം ഇന്ന് ചൂട് ചോറും കോഴിപ്പാട്സും കൂട്ടിയിട്ട് നല്ല മഴയത്ത് നമുക്കൊരു പിടി പിടിക്കണം. അപ്പം നമുക്ക് ചിക്കൻ പാട്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പാട്സ് ഇതാട്ടോ, കണ്ണൻകുട്ടി രാവിലെ പോയി കൊണ്ടുവന്നതാണ്. ഇത് കുറേ നമ്മൾ കഴിച്ചിട്ട് ഇത് അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പൂജുട്ടിക്ക് ഇഷ്ടമാണ്. എനിക്കിത് വലിയൊരു വൃത്തിയില്ല. മുന്നേക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ രാവിലെ നമുക്ക് റോക്മാവും ഈ ചിക്കൻ പാട്സും കൂടെ ഉള്ളൊരു കറി കിട്ടും. അതൊക്കെ അന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊക്കെ എന്തോ കഴിക്കില്ലെന്നല്ല, വലിയൊരു താല്പര്യമല്ല. അപ്പം അതിനകത്തേക്ക് ഉള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അരിഞ്ഞെടുക്കണം. ചോറ് ഓൾറെഡി ഞാൻ മുന്നേ വെച്ചു. ഞാൻ പറഞ്ഞല്ലോ റേഷനറി ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ പായസമായി പോകും. അപ്പം അതായി. അപ്പം നമുക്ക് ഇന്ന് ചിക്കൻ പാട്സും എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ഇന്ന് കുഞ്ഞതാ. അപ്പം നമുക്കിത് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. നമുക്കിതൊക്കെ അരിഞ്ഞ് വയ്ക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഒരു 2 സവാള, കൊച്ചുള്ളിയാണ് ചെറുള്ളിയാണ് നമ്മൾ കൂടുതൽ എടുക്കണത്, എപ്പോഴും പറയണ പോലെ തന്നെ. ചെറുള്ളി, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി നമുക്കൊന്ന് നനം ചതച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കുകയും ചെയ്യാം. ഈ ചിക്കൻ പാട്സ് ഇതാ മുട്ട പാട്സ് ഉണ്ടാവും, എനിക്ക് അതാട്ടോ കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ കല്യാണ തലേദിവസം, അതുപോലെ നമ്മുടെ വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ അത് എടുത്ത് വെക്കും. ചേച്ചിമാർ രാവിലേക്ക് അത് ഉണ്ടാക്കി വെക്കും, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ എനിക്കിത് ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കുമ്പോൾ എനിക്കിത് പെട്ടെന്ന് ചടപ്പ് വരും. അമ്മയൊക്കെ ഒരാളെ ഉണ്ടാക്കിയിട്ടൊക്കെ തരികയാണെങ്കിൽ ഞാൻ കഴിക്കും. പക്ഷെ ഞാൻ തന്നെയൊക്കെ കഴുകി വെട്ടി വൃത്തിയാക്കുമ്പോൾ എനിക്ക് കഴിക്കാനുള്ളൊരു ഇമ്പം പോകും. ഇത് നല്ല കുരുമുളക് ഇട്ടിട്ട് നല്ല എരിവിൽ വെക്കണം, സ്പൈസി ആയിട്ട് വെക്കണം. നമ്മുടെ റവമാവിൻ്റെ കൂടെ അടിപൊളിയാ, ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയാ. അതുപോലെ വെള്ളദോശ ഇല്ലേ, നമ്മൾ അരിപ്പൊടി കലക്കി പറന്നിട്ടൊരു ദോശ ഉണ്ടല്ലോ മലപ്പുറത്തുകാരനെ, അതിലും അടിപൊളിയാണ്. മോനിപ്പം ഒന്ന് അതുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേ. അപ്പം ഇതൊക്കെ ഒന്ന് വെട്ടട്ടെ കേട്ടോ, ഒന്ന് അരിഞ്ഞ് വെക്കട്ടെ. ഇതിനകത്ത് ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം എൻ്റെ കയ്യിലില്ല, ഞാൻ വാങ്ങാൻ അന്ന് പോയപ്പോഴും മറന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്നടിക്കുക. അപ്പം അത് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ട് വേവിക്കാം കേട്ടോ. എന്നിട്ട് വഴറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴറ്റിലൊക്കെ ലാസ്റ്റ് ചെയ്യാം. പൊടിയിട്ട് കൊടുക്കാം. ഇതൊക്കെ പൊടിച്ച പൊടിയായിട്ട് ചൂടാക്കണം എന്നില്ല, ചിലപ്പോൾ ഞാൻ ചൂടാക്കാറുണ്ട്, ഇതിപ്പോൾ ചൂടാക്കണമല്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല ഇതൊരു പാക്കറ്റ് ചെറുതാ, മോനോട് വാങ്ങാൻ പറഞ്ഞിട്ടാണ് ചെറിയൊരു പാക്കറ്റാണ് വാങ്ങി കൊടുത്തത്. അപ്പം അത് മൊത്തം വേണം. ലേശം വേപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത്തിരി വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്, നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുന്നു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടെ ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലേശം വെള്ളം ഒഴിക്കാം, ഓവറാക്കണ്ട. എന്നിട്ട് വേവിച്ചിട്ട് ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാവട്ടെ കേട്ടോ. ഇവിടെ ഒന്ന് തുറച്ചിട്ടുണ്ട്. ഇതാവണ വരെ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാനുള്ള സമയമില്ല. എന്താക്കാം, ഉപ്പേരി ഉണ്ടാക്കണ്ടേ, അതുകൂടെ വരിക. അതിലേക്ക് അരിഞ്ഞ് വയ്ക്കാം.
ഞാൻ നമ്മുടെ ചീര പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളന്ന് പൊട്ടിച്ചത് പിന്നെ അതിങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ കേബേജ് ഇരിക്കുന്നുണ്ട്, നമ്മളന്ന് മോളന്ന് വാങ്ങിയ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട്. ബീട്രൂട്ട് പിന്നെ ഉണ്ടാക്കാം. കേബേജ് എടുക്കാമല്ലോ പൂജനിയ? കേബേജ് എടുക്കാം. ഇനി ഇതാവുമ്പോഴേക്കും നമുക്ക് ഇത് അരിഞ്ഞ് വെക്കാം കേട്ടോ. ഇന്നിപ്പോൾ വലിയ ധൃതിയില്ല, ഒരു ധൃതിയും ഇല്ല. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങണമെന്നുണ്ട്. കുറേ ആയി ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റാറില്ല. അവർക്ക് സ്കൂളില്ലാത്ത അന്ന്, സ്കൂളുള്ള അന്ന് എനിക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഷാജേട്ടൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് പിന്നെ ഞാൻ വീഡിയോയ്ക്കുള്ളത് എടുക്കാറുള്ളൂ. അപ്പോഴേക്ക് പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ വരാറാവും. എൻ്റെ ഫുഡ് കഴിക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഒരു സമയം ഉണ്ടാവില്ല. അപ്പം ഇന്ന് ഞങ്ങളിതൊക്കെ പെട്ടെന്നൊന്ന് ഒരുക്കിയിട്ട് ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. കണ്ണൻകുട്ടിക്ക് പിന്നെ മഴയല്ല പേമാരി വന്നാലും പാടത്ത് പിള്ളേരെ കൂടെ ഉണ്ട് കേട്ടോ. കളിക്കാൻ പോയിരിക്കാം, മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെയാണ്, വലിയ കൊണ്ട് കാണുമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. പോയിട്ട് പെട്ടെന്ന് നോക്കുകയും ചെയ്യാം. അങ്ങനെ പിന്നെ കുറച്ച് അലക്കാണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മഴയിട്ട് എവിടെ ഇടും എന്നുള്ളത് ഒരു ഐഡിയ അതുമില്ല. അത് വലിയൊരു ടാസ്ക്കാണ് നമുക്ക്. എന്താ വെച്ചാൽ എവിടെയും പുറത്തൊരു അയല കെട്ടിയിട്ട് ഇവിടെ അപ്പുറത്തും അങ്ങനെ മാത്രമേ ഉള്ളൂ നമുക്ക് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അകത്തൊന്നും ഇടാനുള്ള സ്പേസും ഇല്ല. അപ്പം അതൊക്കെ കൂടെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് അറിയില്ല. എന്തായാലും അതൊക്കെ ഇനി വൈകുന്നേരത്തേക്കേ നോക്കുള്ളൂ. ഞങ്ങൾ എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങും. ഇല്ല പൂജോ? ഞാനും ഉറക്കത്തിന്റെ മെയിൻ. ഞാൻ എനിക്ക് ചെറുതിൽ എത്ര ഉറങ്ങിയാലും അറിയാവാത്ത ഒരാളാണ് കേട്ടോ. ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിനായിരുന്നു. അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ പൂജത്തി. ഇപ്പം പിന്നെ നമ്മൾ കുറേയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കൊതിക്കുന്ന സമയം വരും. ഈ ഒരു പ്രായമൊക്കെ ആവുമ്പോൾ നമ്മൾ കുടുംബവും കാര്യങ്ങളും പ്രാരാബ്ദവും ഒക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തപ്പോൾ ചിലപ്പോൾ ഉറങ്ങണം എന്ന് വിചാരിച്ച് കിടന്നാലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ ഒരു പ്രായത്തിൽ, ഇവരുടെ ഒക്കെ ഒരു പ്രായത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതിലും ചെറുതല്ലോ കേട്ടോ. ഇനി പിന്നെ ഇവിടെ അങ്ങോട്ട് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉറങ്ങുമ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒന്നും തുടങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. അത് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്കാണ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു തുടങ്ങാൻ പറഞ്ഞിട്ട്. ഒരു 5-6 കൊല്ലമായി അമ്മ അങ്ങനെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊക്കെ പേടിയായിരുന്നു. ഇപ്പോൾ ഇതിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളും അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അവിടെ പിള്ളേരും പറയും, ഏട്ടനും പറയും, അമ്മയും എൻ്റെ ബ്രദർ രണ്ടാളെ ഏട്ടനും അനിയനൊക്കെ പറയും അതൊരു വിഷയമില്ല, എന്തോ പറഞ്ഞോട്ടെ, ഞങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെന്ത് പറഞ്ഞാൽ എന്താന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിരിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് തുടങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോയ്ക്കും കുറച്ച് നമ്മളെ അറിയണവരും മെസ്സേജ് കമൻറ്റ് ചെയ്യാറുണ്ട്, അറിയാത്തവരും കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്തവരും നമ്മുടെ പരിചയമുള്ളവരും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. വലിയ സന്തോഷമായിട്ടോ അതൊക്കെ. ഇപ്പോൾ വയ്യാന്ന് പറയുകയാണെങ്കിൽ അതിനെ പറ്റി ചോദിക്കുന്നതും, ഇനിയിപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ ആ ഒരു വീഡിയോ മുഴുവൻ കാണുമ്പോഴുള്ള അവർക്ക് അതിൽ ഇന്നതാണ് ഞാൻ സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ എടുത്ത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനിതിവിടെ ഭയങ്കര പൊന്നുകിൽ പൂജുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും, പൂജു ആ കുട്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മറ്റവരിങ്ങനെ മെസ്സേജ്. ഞാൻ എപ്പോഴും പറയും ഒരു മെസ്സേജ് എനിക്കത് ആ കമൻറ്റ് ഓണാക്കുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പേടിച്ച് ഓടിയാർന്നപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് സബ്സ്ക്രൈബർ കൂടുന്നുണ്ട്. സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ദിൽന എന്നാ തോന്നുന്നു അല്ലേ, ദിൽന മോളല്ലേ? ദിൽന. അവള് എനിക്ക് ഭയങ്കര, നമുക്ക് കുറേ മുന്നേ പരിചയമുള്ള പോലെയൊക്കെ തോന്നും. അവരൊക്കെ മെസ്സേജ് അയക്കാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ, കമൻറ്റ് ഡെയിലി അയക്കുന്നവർ. അവർക്കൊക്കെ ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കണം കേട്ടോ. കുറച്ച് സന്തോഷങ്ങൾ നമ്മളെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിട്ട് അവരുടേതായിട്ടുള്ള ബിസി ടൈമുകളിലൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്കതിന് റിപ്ലൈ തരുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ വലിയ സന്തോഷമായിട്ടാവും എനിക്ക്. ആരൊക്കെയോ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെന്നൊക്കെ ഒരു തോന്നല് നമുക്ക് പുറത്ത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ അങ്ങനെ അയക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ 4-5 വർഷമായിട്ട് മനസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതിന് സപ്പോർട്ടായിട്ട് ഏട്ടനും അനിയനും അമ്മയാണ് നല്ലോണം പ്രഷർ ചെയ്തിരുന്നത്. അമ്മ സ്ഥിരമായിട്ട് വിളിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫുഡ് ട്രക്കിലേക്ക് പോകാൻ പറ്റാതെ ഇവിടെ വെറുതെ നിൽക്കുമ്പോൾ, നമ്മളിങ്ങനെ പുറത്തിറങ്ങി വർക്ക് ചെയ്യണവര് പെട്ടെന്ന് സ്റ്റക്കായിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഷാജേട്ടൻ രാവിലെ പോവും, കറമേ പോവും, പിള്ളേർ സ്കൂളിലേക്കും പോകുമ്പോൾ ഞാനും ഈ വീടും മാത്രമാവും.
അപ്പം എനിക്ക് ചിന്തിക്കാനോ ടെൻഷൻ അടിക്കാനോ ആലോചിക്കാനോ ആയിട്ട് ഒരുപാട് സമയം കിട്ടുകയാണ്. ഞാൻ ആകെ അങ്ങോട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയമുണ്ടായിരുന്നു. ഒരു 1 year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ബെഡും ഞാനും ആ റൂമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, വാശിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ആ സമയത്തൊക്കെ. എനിക്ക് ഇന്നെ ഇഷ്ടമല്ല, എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണില്ല, ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റാന്ന് എനിക്ക് അറിയണില്ല. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് സംഭവം ചെയ്തിട്ട് എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ഹെൽത്തും ഒക്കെ അല്ല അത്രയും ആഗ്രഹിച്ചിട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ടാണ്. നമ്മുടെ വീട്ടിലൊരാൾ വന്നാലും എനിക്ക് അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഇഷ്ടമായി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരാളില്ല, വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഒരാൾ വരുമ്പോൾ, ഒരു വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ അവർക്ക് നമ്മൾ വെച്ച് വിളമ്പി കൊടുക്കുക, അത് അവരിഷ്ടമെന്ന് പറയാം, അതൊക്കെ എന്തോ അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ കുക്ക് ചെയ്യണത് ചെറുപ്പത്തിലേ പറഞ്ഞ പ്രസവിച്ചു കൊടുക്കണമൊന്നും അല്ല, നല്ല മടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം അച്ചയ്ക്കാട്ടോ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പൊട്ടയായാലും അടുത്തത് ഞാൻ ബിരിയാണി കഥ പറഞ്ഞ പോലെ അങ്ങനെ ഓരോന്ന് ചെയ്ത് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. കുക്ക് ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ചിലവർക്ക് മടിയായിരിക്കും, ചിലവർക്ക് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അത് എന്തെങ്കിലും ചെയ്യണ്ടേന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഈ കുക്കിങ്ങിലില്ല. ബാക്കിയുള്ള കാര്യത്തിൽ മടിയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അലക്കാനും മടക്കി വെക്കാനും ഒതുക്കി പെറുക്കി വെക്കണത് എനിക്ക് അതേപോലെ വരണം. അല്ലാത്ത കാര്യങ്ങളും മടിയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അത്രയും ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യത്തിന് ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു പോവാറാട്ടോ. എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ച കൊതിയായിട്ടിരുന്നു കഴിഞ്ഞാൽ പോകാനും പറ്റാറില്ല. അപ്പോൾ അതെനിക്ക് ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നെ ഇഷ്ടപ്പെട്ട്, എൻ്റെ മക്കളെ ഇഷ്ടപ്പെട്ട്, എൻ്റെ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കൂടെ എന്തെങ്കിലും ഇതേ പറഞ്ഞ പോലെ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞാൽ നമുക്കത് മാറ്റാനുള്ളത് നമ്മൾ മാറ്റും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വലിയ സന്തോഷമുണ്ട്. ഇന്നലെയും കൂടെ പറഞ്ഞുള്ളൂ. ദിന പറഞ്ഞ മോളുടെ പേര് എനിക്ക് കിട്ടാത്ത എനിക്ക് അവളെ വീഡിയോയിൽ ആ കുട്ടിയുടെ വീഡിയോയിൽ കുട്ടൂസ് എന്താ എനിക്ക് അത് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. കണ്ട ഒരു പരിചയവും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു പരിചയവും ഇല്ലാത്തൊരു കുട്ടിയാണ്. അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാൻ, എന്നെ അറിയണവരും അറിയാത്തവരുമായിട്ട്. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് കേബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പേരി പരിപാടി കഴിക്കാം. എണ്ണ ചൂടായി, ഇതാ കടുകിട്ട് കൊടുക്കുക. ഇത്തിരി കടുക്, ചെറുള്ളി വെളുത്തുള്ളി ചതച്ചത്, വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പെട്ടെന്ന് ഇളക്കുക. ഒന്ന് സിമ്മിലിട്ട് വെച്ചാൽ മതി. ഇനി കേബേജ് ഇട്ട് കൊടുക്കുക. ഇട്ട് വരും. ഇനി ഇളക്കട്ടെ. പാകത്തിന് ഉപ്പ് ഇട്ടു. ഇനി ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇതൊക്കെ അറിയണ തന്നെയാണ്. പിന്നെ പൂജുട്ടിയുടെ പോലെയൊക്കെയുള്ള പിള്ളേരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ടാട്ടോ. ഇത് പറയാനൊരു കാരണമുണ്ട്. ഈ കേബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും. ഞാൻ ചെറുതില് കേബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികളെ പോലെ നല്ല പണ്ടുള്ള പിള്ളേരൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യില്ല എന്നല്ല, പക്ഷെ പണ്ടുള്ള കുട്ടികൾക്കൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ട സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ അച്ഛനും അമ്മയും പണിക്ക് പോകണവരായിരിക്കും. അപ്പൊ ഈ കേബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഒരു വിധമൊക്കെ അറിയണ്ടാവും. അത് കണ്ടിട്ടൊക്കെ ആവും ചെയ്യണ്ടാവുക, മൊത്തം അറിയില്ല. അപ്പൊ ഞാൻ എന്താക്കി, ഈ കേബേജ് ഉപ്പേരി ഇതൊക്കെ ആക്കിയിട്ട് അമ്മ ചില ഉപ്പേരിയിൽ വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കാറുണ്ട്. എൻ്റെ വിചാരം ഇതിലും ഞാനിതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു. എത്ര വറ്റിച്ചിട്ട് ഈ സാധനം മാറ്റുന്നുണ്ടോ ഇല്ല. അമ്മ വരികയും ചെയ്തു. പോകുമ്പോൾ തുടങ്ങിയ പരിപാടി അമ്മ വന്നിട്ട് സംഭവം കഴിയണമൊന്നുമില്ല. അപ്പൊ എന്താ സംഭവം നോക്കുമ്പോൾ ഇതിൽ വെള്ളം വറ്റണേ. കേബേജിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം, ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വറ്റുമല്ല. അങ്ങനെ പിന്നെ അമ്മ അത് ഊറ്റി എങ്ങനെയൊക്കെയോ, അതാണെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കേബേജിന്റെ ടേസ്റ്റേ പോകും. പിന്നെ അന്ന് മനസ്സിലായി ഈ സാധനത്തിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഓരോ അബദ്ധങ്ങൾ പറ്റി അന്ന് പറഞ്ഞ പോലെ ഇതും ഒരു ഓർമ്മ. കേബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. പിന്നെ പൂജിട്ട് പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അന്ന് മുതലേ മോളൊരു ഭയങ്കര ബുദ്ധിയാ. പൂജിന് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ വലിയ എയിമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കലില്ലേ, ഉണ്ടാക്കൊക്കെ ചെയ്യും, പക്ഷെ മടിയാ. അതിപ്പോ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ മടി, എനിക്കും മടിയാണല്ലോ. ഇപ്പൊ തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പണ്ടത്തെ പോലൊന്നുമല്ല. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിയുണ്ട്, ചെയ്യാനുള്ള മനസ്സുമുണ്ട്. ഇനിയിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ചെയ്യാനും പറ്റും.
ഇതിനകത്തേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ഇടണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി കൂടുതൽ ഇടണമെങ്കിൽ ഇനിയും കൂടുതൽ ഇടാം. ഇത് ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഉപ്പേരി റെഡി ആയിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ പാഴ്സും വെന്തു. ഓക്കെ, ഇനി നമുക്ക് അതിലേക്കുള്ളത് വഴറ്റ. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ സ്റ്റൗവില്ലേ, മറ്റേ സ്റ്റൗവിൻ്റെ ഇവിടെ കത്തിക്കണേ ബർണറിനകത്ത് എന്തോ ആദ്യം ഒരു മിസ്റ്റേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ 100-300 രൂപ ഒക്കെ കൊടുത്ത് നേരാക്കിച്ചിട്ട് ഇപ്പോൾ ഒരു നമ്മുടെ ഫസ്റ്റിലെ വീഡിയോ ഇതിലേക്ക് എന്താ അത് വാങ്ങിയിട്ട് ഒരു 5-6-7 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ങിയത് ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ കത്തിക്കുമ്പോൾ ഈ അടുപ്പ് കത്തില്ല, ഈ ഭാഗം കത്തും. അങ്ങനെ അത് കംപ്ലൈൻറ്റൊക്കെ നേരാക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കണ്ടിട്ട് ആവണേ ഉള്ളൂ, വീണ്ടും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് മാറ്റിയിട്ട് ഇത് നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ അടുപ്പായിരുന്നു. ഇൻ കേസ് വല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അത് അടുപ്പ് ഉള്ളത് കത്താണ്ടായാൽ ഇത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഇത് എടുത്തു. ചട്ടി ചൂടായി കേട്ടോ. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും സംഭവങ്ങളൊക്കെ അതിനകത്തേക്ക് ഇടാം. അത് പൊട്ടി വരുമ്പോൾ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് മൂക്കട്ടെ കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ല മൂത്തൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. വേണ്ടേ, ഇത്തിരി ഇങ്ങനെ ഒരു ബർക്കത്തിന് ഇത് ചതയ്ക്കാം. ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മൾ ഇറച്ചി ഐറ്റംസ് എന്തുണ്ടാക്കുമ്പോഴും ഈ മൂപ്പിക്കുന്ന സംഭവങ്ങൾ ഒരു ബ്രൗൺ കളർ ആക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക വേറൊരു ടേസ്റ്റാണ്. ഈ സമയത്ത് കരിയൊന്നുമില്ല, കരിയണതിൻ്റെ മുന്നത്തെ ഒരു സ്റ്റേജ് അങ്ങനെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് തക്കാളി, ഒരു വലിയ തക്കാളി അതുകൂടെ ചേർത്തിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് ഈ തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും അത് റെഡിയാവും. ഇതാ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് റെഡിയായി സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ പാഴ്സിനെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യങ്ങൾ. ഇനി ഇതൊന്നും ഇങ്ങോട്ട് വറ്റി കുറുകണം. ചാറ് വേണ്ടവർക്ക് ഈ സ്റ്റേജിലെടുക്കാം. നമുക്കൊന്നും ഇങ്ങോട്ട് കുറുകി ഒന്നൊരു ഡ്രൈ ആവണം. അതുവരെ ഈ മൂത്ത സംഭവത്തിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് ആ വഴറ്റി ഉള്ളിയുടെ ഇതിൻ്റെ ഒക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെ. അതുവരെ ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. ഒന്നിങ്ങോട്ട് പറ്റിയതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ടോളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ച കുരുമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക. പൊന്നാ മല്ലിച്ചപ്പ് ഒന്ന് എടുത്തടാ. എന്നിട്ട് നമ്മുടെ മല്ലിച്ചപ്പ് ഇങ്ങനെ വെതറി കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ അത്രയും കൂടുതൽ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ സംഭവം ഇടണ്ട, പകരം വേപ്പില ഇട്ടാൽ മതി. ഇതിവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അടിപൊളിയാ. ഈ ചൂടോടെ കുരുമുളകിൻ്റെ ഒക്കെ നല്ല എരിവുണ്ട്. ഇനിയും കുരുമുളകിൻ്റെ എരിവ് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം. ഇക്കൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നല്ല എരിവ് വേണം കേട്ടോ. ഒരു കുഴപ്പമില്ല എരിവിന്. വെച്ചിട്ട് മുളക് പൊടി വാരി ഇടുകയെന്നല്ല, കുരുമുളക് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റാണ്. പച്ചമുളകും കൂടുതലിട്ടാൽ മതി, മുളക് പൊടി കുറച്ചാൽ മതി. കുരുമുളകൊന്നും നമുക്ക് ദോഷമില്ലല്ലോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനും കണ്ണക്കുട്ടി കളി കഴിഞ്ഞ് വന്നിട്ടില്ല, എപ്പോഴാണ് വരാമെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 2 മണിക്ക് ആവാറായില്ലേ മോനെ? 2 മണിക്ക് ആവാറായി. ഞാനും പൂജുട്ടിയും കൂടെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇനി ഒന്ന് കിടന്ന് ഉറക്കം വരുമ്പോഴേക്കും മാക്കു കയറി വരും, കണ്ണക്കുട്ടി കയറി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അവനെ വെയിറ്റ് ചെയ്തിരുന്നാൽ ചിലപ്പോൾ 4 മണിയോ 3 മണിയോ ഒന്നും ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലൊന്ന് വന്ന് കഴിച്ചിട്ടാണ് പോയത് കേട്ടോ, രാവിലത്തെ ഉപ്പുമാവ്. അപ്പോൾ ഇനി അവൻ വന്നിട്ട് കഴിക്കുകയാണെങ്കിൽ അതുകൂടെ കാണിക്കാം കേട്ടോ. ഫുഡൊക്കെ റെഡി ആയപ്പോഴേക്കും നമ്മുടെ കണ്ണൻകുട്ടി കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ചോറൊക്കെ വിളമ്പി വെച്ചു. നല്ല ചൂട് ചോറും നല്ല എരിവുള്ള ചൂടോട് കൂടിയ നമ്മുടെ ചിക്കൻ പാർട്സും കേബേജ് ഉപ്പേരും കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.
ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ തന്നെയാവും മിക്കവാറും വെക്കാത്തവരങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.